വയനാട് കല്ലിട്ട് ഞങ്ങൾ പണി തുടങ്ങിക്കഴിഞ്ഞു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്ക് എന്ന് പറഞ്ഞത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയത്. ലീഗ് അതിന് പോയില്ല. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ കേട്ടോ, കേരളത്തിലെ മാധ്യമങ്ങൾ പലരും ക്യാമറയും കൊണ്ടുപോയിട്ട് അവിടെ ആനപ്പിണ്ടവും പ്രിയങ്ക ഗാന്ധി തൂക്കിയ ഒരു കലണ്ടറും അല്ലാതെ വേറെ ഒരു ചുക്കും കണ്ടില്ല. പക്ഷെ ആവർത്തിച്ച് ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ ഞങ്ങൾ പുരയിടം ഭാഗിക്കുകയാണ് തുടങ്ങി പല തരത്തിലുള്ള പച്ച നുണകൾ പറഞ്ഞു. നിലവിൽ ആ പുരയിടത്തിൽ ആനയല്ലാതെ വേറെ വരാനുമില്ല. പക്ഷേ ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞ കണക്ക് പ്രകാരം ഈ അടിച്ചത് മുഴുവൻ ഫണ്ണി ആയിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്ന് കേട്ടെ. ഇനി അത് സമായിരിക്കും. AICCയും അത് രാഹുൽജിയും പ്രിയങ്കാജിയും ഉൾപ്പെടെയുള്ള അവരുടെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവം ആയതുകൊണ്ടും KPCC ഏറ്റെടുത്ത ഒരു സംഭവം ആയതുകൊണ്ടും ഞങ്ങൾ അതിന് ഇനിയും പണം, പാർട്ടിയുടെ പണം കണ്ടെത്തിക്കൊണ്ട് വീട് നിർമ്മിക്കും. ഞങ്ങൾ പണം, പാർട്ടിക്ക് പണമുണ്ട്, ആ പണം ഉപയോഗിക്കും. ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ തന്നെ പിരിച്ച പൈസയിൽ കൂടുതൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. കേട്ടല്ലോ, ഇത് ഇവിടെയും തീർന്നില്ല. ആ വാർത്താ സമ്മേളനത്തിൽ പണി തുടങ്ങി എന്ന് പറയുന്നിടത്തേക്ക് 130 വീട് വയ്ക്കാൻ 13 ലക്ഷം രൂപ വെച്ച് 13 കോടി രൂപ കൂടി വേണ്ടേ എന്ന ചോദ്യം കൂടി ഫണ്ണി ജോസഫിന്റെ അടുത്ത് ചോദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? അതെ, എന്ത് ചെയ്തു? അത് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർ ഡീൽ ചെയ്യുന്നു. ഈ കെ സുധാകരൻ KPCC പ്രസിഡന്റായ ഘട്ടത്തിലാണല്ലോ ഈ ഒരു പണം സ്വരൂപിക്കുന്നത്. സ്വാഭാവികമായി അന്ന് സെമി കേഡർ സംവിധാനം ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കെ സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. സ്വാഭാവികമായും അതിനുശേഷം ഈ ഒരു വീടിന് 130 വീട് പ്രഖ്യാപിച്ചു. ഒരു വീടിന് 10 ലക്ഷം രൂപ കണക്കാക്കിയാൽ തന്നെ 13 കോടിയിലധികം രൂപ വേണം. സ്വാഭാവികമായിട്ട് അതുപോലും പിരിഞ്ഞു കിട്ടാത്ത സംഘടനാ സംവിധാനത്തിന്റെ പരാജയമല്ലേ? കേരളത്തിലെ സംഘടനാ സംവിധാനത്തിന്റെ വിജയമാണ് പാർലമെന്റ് ഇലക്ഷനിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അഭൂതപൂർവമായ വിജയം. അല്ല, ഫണ്ട് പിരിവിന്റെ കാര്യത്തിലാണ് അതിന് ഉത്തരവില്ല. ഫണ്ട് പിരിവും ഇത്രയും നടത്തിയതും സംഘടനാ സംവിധാനം അതിശക്തമാണ്. അതിശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ടാണ് പാർലമെന്റ് ഇലക്ഷനിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച വിജയം കൊയ്യാൻ സാധിച്ചത്. ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് മാത്രമല്ലല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേട്ടല്ലോ, അപ്പോഴേ എണീറ്റു 2 ഡയലോഗ് അടിച്ചു, ഒറ്റ ഓട്ടം. നിലവിൽ വയനാടിലെ മരിച്ച ജനങ്ങളുടെ ശവശരീരം കാട്ടി ഞങ്ങൾ 5 കോടിയെ പിരിക്കാൻ പറ്റിയുള്ളൂ എന്ന പച്ച കള്ളം പറയുന്നവർ ഇനി 130 വീട് വയ്ക്കാനായിട്ട് അവർ സ്ഥലം വെച്ചെടുത്ത് 10 പൈസ അക്കൗണ്ടിൽ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും പിരിക്കും. ഇപ്പോൾ ഇവരുടെ കണക്കും പ്രകാരം 5 കോടിയെ പിരിക്കാൻ പറ്റിയുള്ളൂ. ഇനി ഞങ്ങൾ 13 കോടി കൂടി പിരിച്ച് വീട് വെച്ച് കൊടുക്കും. അത്രേ നടക്കണ കാര്യമാണ്. ആ നടക്കണ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? തുടക്കത്തിൽ കണ്ട VD സതീശന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കാണേണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയത്. ലീഗ് അതിന് പോയില്ല. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ കേട്ടല്ലോ, പണി തുടങ്ങിയത്രേ. ഒരു കീരവിത്തും കയ്യിലില്ല, 10 പൈസ ഇല്ല. ഇനി പിരിച്ചാലേ പൈസയുള്ളൂ പണി തുടങ്ങാനെന്ന് പറയുന്ന അതേ KPCCയുടെ മറ്റൊരു ഭാരവാഹിയും ഒപ്പം തന്നെ UDF നേതാവിൻ്റെ ഈ പച്ച കള്ളം കേട്ടിട്ട് നിങ്ങൾക്ക് ഭരിക്കാൻ ഈ നാട്ടിൽ വേണ്ടത് ഇമ്മാതിരി വാക്കു പറഞ്ഞ് പറ്റിക്കുന്ന, അതിൻ്റെ മുകളിൽ കിടന്ന് കള്ളം കൊണ്ട് മെഴുകുന്ന ഒരു നേതാവിനെയാണോ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച ഭരണാധികാരി? ഇങ്ങനെയും ദുരന്തത്തിൽപ്പെട്ട് ജീവിതം തകർന്ന മനുഷ്യരെ മാധ്യമങ്ങളിലൂടെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു വ്യക്തി, അയാൾ കേരളം ഭരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഈ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വാക്കിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ മരമൂഢന്മാർ ഈ നാട്ടിലില്ല എന്ന് പറയേണ്ടി വരും.